അവൾ പറയുന്നതല്ലേ, വക്കീലൊക്കെ അതിൽ നിരപരാധിയല്ലേ, വക്കീലെ അതിൽ ഒരു ഇതുമില്ല. തുടക്കത്തിൽ നമ്മൾ ഈ പരാതി നൽകിയ ആദ്യ സമയത്തൊക്കെ വെച്ചിട്ടാണ് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അതെ, നിങ്ങൾ അവിടെ ചെന്നപ്പോഴും സമാധാനം ഈ ബന്ധുക്ക് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയല്ലേ? അതെ, ഞങ്ങൾ അത് ഞങ്ങൾ സൃഷ്ടിച്ചതല്ലല്ലോ. അവളുടെ മൂക്കിൽ നിന്ന് രക്തം വാണതിൻ്റെ അടയാളങ്ങൾ, ഇതിൻ്റെ തലയിൽ വലിയ മുഴ, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതെല്ലാം അന്ന് സംഭവിച്ചിട്ടില്ല എന്നല്ലേ ഇപ്പോൾ അവൾ പറയുകയും. ഇത് ഞങ്ങൾ ഇത്രയും പേര് കണ്ടത്, അവൾ ഞങ്ങളോട് പറഞ്ഞതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കേസ് കൊടുത്തത്, പരാതി കൊടുത്തത്. അപ്പോൾ ഇന്ന് അത് അവൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ഒരു സമ്മർദ്ദത്തിന് വഴി തന്നെയാണ്. കാരണം രാഹുലിനെ രക്ഷപ്പെടാനുള്ള മാർഗം ഇതേ ഉള്ളു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നതാണ്. പോലീസിന് പരാതി കൊടുക്കല്ല, പോലീസ് അന്വേഷണം തുടങ്ങിയതായിട്ടില്ല. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും എൻ്റെ ഇൻഫർമേഷൻ അപ്പോൾ തന്നെ അയക്കുന്നുണ്ട്. കാരണം എൻ്റെ മൊഴി എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 8 മണിയായിരുന്നു. അതിക്ക് മുമ്പാണ് സൈബർ സെല്ലിൽ ഈ നമ്പറൊക്കെ കൊടുത്ത് കഴിഞ്ഞു. എവിടെയാണുള്ള എന്തെങ്കിലും സൂചന ഇല്ലേക്ക് കിട്ടിയിട്ടുണ്ട്. അവസാനം തിരുവനന്തപുരത്തായിരുന്നു ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് 3-ാം തീയതി ഇവിടെ നിന്ന് പോയതല്ലേ, ജോലിക്ക് വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങളിവിടെ ജോലിക്ക്, അപ്പോൾ അവളെ ശനിയാഴ്ച വിളിക്കുമ്പോൾ പറഞ്ഞു ഈ ആഴ്ച വരുന്നില്ല എന്ന്. പക്ഷേ അവന് ചില ആഴ്ചകൾ വരാറില്ല. അത് മിക്കവാറും ആഴ്ചകൾ വരാറില്ല. ഈ ആഴ്ച വരുന്നില്ല. ശരി, പിന്നെ ഞായറാഴ്ച തൊട്ടാണ് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ കൂടുതലൊന്നും ഇല്ല. ഇനിയിപ്പം ഈ കോഷ് ചെയ്യാണെങ്കിലും ഇപ്പോൾ പരാതിക്കാരി എന്നുള്ള നിലക്ക് അവർക്ക് തന്നെയാണ് കോഷ് ചെയ്യാനുള്ള റൈറ്റ്. അപ്പം കുടുംബം എഴുന്നേൽക്കായിരിക്കും ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്. അത് ഞങ്ങൾ ആലോചിച്ചു കുടുംബത്തിലെല്ലാവരും ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഒരു സഹകരണം കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവളത് പറഞ്ഞപ്പോൾ കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെടുകയാണ്. ഭീഷണിയൊക്കെ വീട്ടിൽ നിന്നുണ്ടായി എന്നൊക്കെയാണ് മോള് പറയുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ അവളെ കൊണ്ട് പറയിപ്പിച്ചത് തന്നെയല്ലേ. ഞങ്ങൾക്ക് മകളല്ലേ അത്, ഞങ്ങളല്ലേ അത് താങ്ങേണ്ടത്, അവളെ സംരക്ഷിക്കേണ്ടത്. ആ സംരക്ഷണം ഈ ദിവസം വരെ ഞങ്ങൾ കൊടുത്തിരുന്നു. നമ്മളിങ്ങനെ പോകുന്നു, ചെയ്യുന്നു, സ്വപ്നത്തിൽ പോലും വേറെ എന്തെങ്കിലും കൗണ്ടർ മെഷർ എടുക്കുന്നുണ്ടോ? അപ്പം പോലീസ് അന്വേഷണം മാത്രമാണോ നോക്കുന്നത്? പോലീസ് അന്വേഷണം നടക്കട്ടെ. ഈ രഹസ്യമൊഴി കൊടുക്കാൻ പോകുന്ന സമയത്ത് അവളുടെ ഭാഗത്ത് നിന്ന് ഒരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു?